ഓക്കെ സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു പെൻറ്റഗണൽ പിരമിഡിൻ്റെ പ്രൊജക്ഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് മീൻസ് എ പെൻറ്റഗണൽ പിരമിഡ് ബേസ് അറ്റ് 30 mm ആൻഡ് ഹൈറ്റ് 60 mm ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി. ഓക്കെ, ഒരു എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി. ഓക്കെ, സോ വൺ എഡ്ജ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞു. മാത്രമല്ല ആ എഡ്ജ് വി പി ആയിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് പറയും. ദെൻ ദി ആക്സിസ് ഓഫ് ദ പിരമിഡ് ഈസ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി. സോ നമ്മൾ ഒരു സോളിഡ്സിൻ്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രൊസീജിയറായിരുന്നു നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആദ്യം നമുക്ക് ബേസ് ഷേപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. പെൻറ്റഗണൽ pyramid. Okay, so the base shape is pentagon, which is a pyramid. So the solid have a common point or a apex or vertex, and all the edges from the base corners there will be a converging slant edges to the vertex. Okay, so നമ്മൾ സോളിഡ് എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബേസ് ഷേപ്പ് ഓഫ് ദ സോളിഡ്. റൈറ്റ്, ബേസ് ഷേപ്പ് ആയിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം വരയ്ക്കാൻ പോകുന്നത്. പെൻറ്റഗണൽ പിരമിഡ് ആയതുകൊണ്ട് പെൻറ്റഗൺ വരയ്ക്കണം. ഈ പെൻറ്റഗൺ നമുക്കൊന്നെങ്കിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം, ലൈക്ക് ദിസ്, ഇപ്പോൾ ഈ വരച്ചതുപോലെ റെസ്റ്റിംഗ് ഓൺ എച്ച് പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂ വന്നാലായിരിക്കും നമുക്ക് ആ പെൻറ്റഗൺ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ദ പെൻറ്റഗണൽ പിരമിഡ് ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി എന്നൊരു അസംഷനിൽ വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂലായിരിക്കും ആ പെൻറ്റഗൺ കാണാൻ പറ്റുന്നത്. ഓക്കെ, എപ്പെക്സ് നമ്മളെ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, ലൈക്ക് ദാറ്റ്. അപ്പോൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. റൈറ്റ്, നമ്മളെപ്പോഴും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ എബോ എക്സ് വൈ ലൈൻ ഫ്രണ്ട് വ്യൂ, ബിലോ എക്സ് വൈ ലൈൻ ടോപ്പ് വ്യൂ. ഓക്കെ, ആ ഒരു ഫോമാറ്റ്. ദെൻ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബേസ് എഡ്ജിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ഹൈറ്റ് ഓർ ആക്സിസ് ലെങ്ത് തന്നിട്ടുണ്ട്. ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി. ഓക്കെ, നമ്മുടെ സോളിഡിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ, മേ ബി എ വേർട്ടെക്സ് ഓർ ബേസ് എഡ്ജ്, ബേസ് കോർണർ ഓർ കംപ്ലീറ്റ് ബേസ്, എന്തെങ്കിലും ഒരു ഫീച്ചർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് പ്ലേസിങ് ദ ഹോൾ ബേസ് ഓൺ എച്ച് പി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു എഡ്ജ് എച്ച് പിയിൽ ടച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ അവർ സിമ്പിൾ പൊസിഷൻ വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് ഹോൾ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. നമ്മൾ അടുത്ത കണ്ടീഷൻ പറഞ്ഞു, ഇഫ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ വി പി, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബേസ് കോർണർ ഈസ് ഓൺ വി പി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ബേസ് വി പിയിലാണെന്ന് assume ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് പെർ ദ പ്രോബ്ലം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഓൺ എച്ച് പി. സോ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി, സോ വി ക്യാൻ പ്ലേസ് ദ ഹോൾ ബേസ് ഓൺ എച്ച് പി ഇൻ സിമ്പിൾ പൊസിഷൻ. ദറ്റ് മീൻസ് ദ ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, സോ നമ്മൾ എച്ച് പിയിലാണ് ഇതിൻ്റെ ബേസ് വെക്കുന്നത് തീരുമാനിച്ചു. ദാറ്റ് മീൻസ് ഇൻ ടോപ്പ് വ്യൂ വി ക്യാൻ സീ ദ ഷേപ്പ് ഓഫ് ദ ബേസ്, ദാറ്റ് മീൻസ് ദ പെൻറ്റഗൺ. റൈറ്റ്, ഇനി നമ്മൾ പിന്നീട് കണ്ടത് ഈ പെൻറ്റഗൺ നമുക്ക് പല ഓറിയൻറ്റേഷനിൽ വെക്കാം. ദാറ്റ് മീൻസ് വൺ ഓഫ് ദ എഡ്ജ് പാരലൽ ടു വി പി ഓർ പാരലൽ ടു എക്സ് വൈ ലൈൻ, വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ, ലൈക്ക് ദിസ്. ഏത് ഓറിയൻറ്റേഷനിൽ വെക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. ദാറ്റ് മീൻസ് വൺ ഓഫ് ദി ബേസ് എഡ്ജ് ഓൺ എച്ച് പി എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ് ആണ് സോളിഡ്. ദ 30 ഡിഗ്രി 40 ഡിഗ്രി ഒക്കെ തന്നിട്ടുണ്ട്. സോ ദർ ഈസ് സം ഇൻക്ലിനേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് പ്ലെയിൻ. ഓക്കെ, എല്ലാ ഇൻക്ലിനേഷൻസ് കഴിഞ്ഞാലും ദാറ്റ് വൺ എഡ്ജ് ഷുഡ് റെസ്റ്റ് ഓൺ എച്ച് പി. ഓക്കെ, സോ നമ്മളെപ്പോഴും സോളിഡിനെ റൈറ്റ് സൈഡിലോട്ടായിരുന്നു ഇൻക്ലൈൻ ചെയ്തത്. നമ്മൾ വരച്ചത് ഓർമ്മയാണെങ്കിൽ ആക്സിസ് ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടാണ് വരച്ചത്. ഓക്കെ, ഏത് പ്രൊസീജിയറിലും വരയ്ക്കാം, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബേസ് എഡ്ജ് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിൽ പെർപെൻഡിക്കുലർ ടു ദ എക്സ് വൈ ലൈൻ, ഓക്കെ, പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈനായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സോളിഡിനെ റൈറ്റ് സൈഡിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ സോളിഡ് വിൽ റെസ്റ്റ് ഓൺ ദാറ്റ് ബേസ് എഡ്ജ്. ഈ ഒരു കേസിലാണെങ്കിൽ ഏത് ബേസ് എഡ്ജിലായിരിക്കും റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ക്യാപിറ്റൽ സി ഡി, ക്യാപിറ്റൽ സി ഡി. ഓക്കെ, അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മളിപ്പോൾ കാണുന്നത് സ്മോൾ ലെറ്റർ സി ഡി. റൈറ്റ്, സോ നമ്മൾ സിമ്പിൾ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓരോ പ്രോബ്ലം 20 മാർക്സ് ആണ്, ഓക്കെ, അവാർഡ് ചെയ്തിരിക്കുന്നത്. ഈ 20 മാർക്സ് തന്നെ അതിൻ്റെ ഫസ്റ്റ്, ദാറ്റ് മീൻസ് 10 മാർക്സിന് ഓക്കെ 6 മാർക്സ്. ഓക്കെ, ഫസ്റ്റ് 6 മാർക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിമ്പിൾ പൊസിഷനാണ്. സോ സിമ്പിൾ പൊസിഷൻ നിങ്ങൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സിമ്പിൾ പൊസിഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ബേസ് എഡ്ജ് ഇവിടെ പാരലൽ ടു വി പി ആയിട്ടോ അല്ലെങ്കിൽ നേരെ താഴെ പാരലൽ ടു വി പി ആയിട്ടൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ
നിങ്ങളുടെ സിമ്പിൾ പൊസിഷൻ തന്നെ തെറ്റി. ഓക്കെ, പിന്നീട് നിങ്ങൾ അങ്ങോട്ടേക്ക് 2 ഇൻക്ലിനേഷൻ ചെയ്ത് കഴിഞ്ഞാലും ആ കംപ്ലീറ്റ് കാര്യങ്ങളും മിസ്റ്റേക്കാണ്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 20-30 മിനിറ്റ്സ് തന്നെ സ്പെൻഡ് ചെയ്തേക്കാം, ബട്ട് ദ ഓവറോൾ റിസൾട്ട് ഈസ് 0. ഓക്കെ, കംപ്ലീറ്റ് തെറ്റും. സോ സിമ്പിൾ പൊസിഷൻ ആയിരിക്കും ഫസ്റ്റ് 1/3 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്, കാരണം ബേസ് ഷേപ്പ് ടോപ്പ് വ്യൂലാണ് കണ്ടത്. ദെൻ ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂസ് വരയ്ക്കണം. ബേസ് കോർണേഴ്സ് ABCDE നമുക്ക് കാണാം. ഇഫ് the whole base is resting on HP, the front view of those base corners will be on XY line like this, A dash, B dash, C dash, E dash, E dash. റൈറ്റ്. നമ്മൾ ലാസ്റ്റ് എന്നിട്ട് ഒന്ന് എം ഡാഷിനെ പറ്റി റൈറ്റ്, എം ഡാഷ് ഹിഡൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എം ഡാഷ് ഇതായിരിക്കും നമ്മുടെ എം ഡാഷ്. റൈറ്റ്. ദെൻ നൗ വി ക്യാൻ മെഷർ ദ ആക്സിസ് ഹൈറ്റ്, okay, or the altitude. That means which is 60 mm. So measure 60 mm from the XY axis because the base is resting on HP. So നമുക്ക് XY line മുതൽ മെഷർ ചെയ്യാം, like to here. Okay, 60 mm from the base. So front view നമുക്ക് സ്ലാൻഡ് എഡ്ജസ് കാണാൻ പറ്റും. ഓക്കെ, സ്ലാൻഡ് എഡ്ജിൻ്റെ പേരെന്തായിരിക്കും ഇപ്പോൾ വരച്ചതിൻ്റെ? സ്ലാൻഡ് എഡ്ജ് എക്സാക്ട്ലി. എഡ്ജിൻ്റെ പേര് ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂ എഡ്ജ് എന്താണെന്ന് പറയാം. ക്യാപിറ്റൽ OA അല്ലേ, ക്യാപിറ്റൽ AO, വാട്ട് എവർ. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരച്ചതെന്ന് മാത്രം. സോ എഡ്ജ് ഈസ് ക്യാപിറ്റൽ OA, റൈറ്റ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഈ സ്ലാൻഡ് എഡ്ജിൻ്റെ പേരെന്തായിരിക്കും? OB. കഴിഞ്ഞോ? OB ആൻഡ് OE ഓൾസോ. ഓക്കെ, കാരണം ആ ഒരു സിംഗിൾ പോയിന്റിൽ 2 കോർണേഴ്സ് ഉണ്ട്. ഒരു കോർണർ അതിൻ്റെ പിന്നിൽ കിടക്കുകയാണ്. ഓക്കെ, സോ നമ്മളിപ്പം ലാസ്റ്റ് ഒരു 2 സ്ലാൻഡ് എഡ്ജ് കൂടെ OC ആൻഡ് OD. ഓക്കെ, എല്ലാ സ്ലാൻഡ് എഡ്ജസും വരച്ചു. സോ അവർ ഫ്രണ്ട് വ്യൂ ഈസ് കംപ്ലീറ്റ്, റൈറ്റ്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് കൂടെ വേണം. ലൈക്ക് ഏതെങ്കിലും ഒരു എഡ്ജ് എടുക്കുക, റൈറ്റ്. ഫോർ എക്സാമ്പിൾ AE, ഏതെങ്കിലും ഒരു എഡ്ജ്. ദെൻ പെർപെൻഡിക്കുലർ ടു ദാറ്റ് എഡ്ജ്, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു AB, ഒരു പ്രൊജക്ഷൻ ലൈൻസ്. ദെൻ എ ഡയമെൻഷൻ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദി ബേസ് എഡ്ജ് ആൻഡ് എറോ ഹെഡ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഡയമെൻഷൻ എഴുതാം, ദാറ്റ് മീൻസ് വിച്ച് ഈസ് 30 mm. ഓക്കെ, ഡയമെൻഷൻ ലൈൻ്റെ മേലെയായിട്ട് സെൻട്രലായിട്ട് വിത്തൗട്ട് ടച്ചിങ് ദ ഡയമെൻഷൻ ലൈൻ, റൈറ്റ്. സോ നമ്മൾ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ, ദാറ്റ് മീൻസ് അവർ സിമ്പിൾ പൊസിഷൻ ഈസ് കംപ്ലീറ്റഡ്, റൈറ്റ്. ഞാൻ ഈ ഒരു ലൈൻ ഇവിടെ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മളത് ലൈൻ വെച്ച് വരച്ചപ്പോൾ അത് കംപ്ലീറ്റ് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാം, ദാറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് ലൈൻ. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇൻക്ലിനേഷൻസിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, 2 ഇൻക്ലിനേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് one of the base edge is resting on HP and that edge is 30 degree inclined to VP, right. That edge, that means the edge capital CD, that capital edge CD is 30 degree inclined to VP. That means എന്ത് പറയാൻ പറ്റും in projection? In projection 30 degree inclined to XY. which one? ഏത് ലൈൻ ആയിരിക്കും? ലൈൻ്റെ പേരെന്തായിരിക്കും? CD, small letter CD. That means our top view of CD, right. Yeah, small, that means top view of CD should be 30 degree inclined to VP. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കാണാം CD ഇവിടെ നമുക്ക് 90 ഡിഗ്രി ഇൻക്ലൈൻ ടു XY ആയിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡാണ്. നമ്മൾ എന്തായാലും അപ്പോൾ അടുത്ത പൊസിഷൻ, ദ ഫസ്റ്റ് ഇൻക്ലിനേഷൻ വിൽ ബി അസൈൻ ടു ദ സെക്കൻഡ് ഫിഗർ. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ഫിഗറിലായിരിക്കും CD എന്ത് ചെയ്യുക, 30 ഡിഗ്രി ഇൻക്ലൈൻ ടു XY ലൈൻ ഓർ VP ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക, ലൈക്ക് CD ഇൻക്ലൈൻ ടു 30 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആയിട്ട് ഞാൻ വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ദ ഓൾ കോർണേഴ്സ് വിൽ ബി ലൈക്ക് ഹിയർ. ഓക്കെ, ഇവിടെ ആയിട്ട് വരും. ദെൻ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഒക്കെ വരയ്ക്കാം. ദെൻ
അടുത്ത റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് ദ ആക്സിസ് ഓഫ് ദ പിരമിഡ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി. ആക്സിസ് ഓഫ് ദ പിരമിഡ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി. ദാറ്റ് മീൻസ് ഇൻ പ്രൊജക്ഷൻ പ്രൊജക്ഷനിൽ എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? എനിവൺ? ആക്സിസ് ഓഫ് ദ പിരമിഡ് ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഒ എം അല്ലേ? ആക്സിസിൻ്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ഒ എം എന്നാണ് കൊടുത്തത്. ദാറ്റ് ക്യാപിറ്റൽ ഒ എം ഈസ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആണ്. സോ ഒ ഡാഷ് എം ഡാഷ്, ഓക്കെ, ഒ ഡാഷ് എം ഡാഷ് ഷുഡ് ബി 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ. എവിടെയാണോ ഒ ഡാഷ് എം ഡാഷ് ഉള്ളത് അതിൻ്റെ ഒരു 40 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുക. പക്ഷേ ഒരു വിഷയമുണ്ട്, നമ്മളിപ്പോൾ ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് ഞാൻ സി ഡി ഇവിടെ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കി റിമൈനിങ് എഡ്ജസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ലൈക്ക് ദിസ്, ഇവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെച്ചുകൊണ്ട് ആക്സിസിൻ്റെ ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ സോളിഡ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോർണറിൽ മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് ദ കോർണർ സി. ഓക്കെ, പിന്നീട് നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ മാത്രമേ കിടക്കുള്ളൂ, ഈ ഒരു എഡ്ജിൽ അത് കിടക്കില്ല. റൈറ്റ്, ജസ്റ്റ് എൻ ഇമാജിനേഷൻ. സോ തന്നിരിക്കുന്ന രണ്ട് ഇൻക്ലിനേഷനിൽ ഏത് ഇൻക്ലിനേഷൻ ആയിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് തരുന്ന ഓർഡറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു എഡ്ജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ അപ്പം തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തരുന്ന ഓർഡറിന് യാതൊരു പ്രത്യേകതയുമില്ല. വി ഷുഡ് ഡിസൈഡ് വിച്ച് ഇൻക്ലിനേഷൻ ഷുഡ് അസൈൻ ടു ദ ഫിഗർ. ഓക്കെ, അതിന് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് 90% ആപ്ലിക്കബിൾ ടു ഓൾ ദ പ്രോബ്ലംസ്. നമ്മൾ ഏത് പ്ലെയിനിലാണോ സോളിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് നോക്കുക. ഏത് പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? സോളിഡ് ഇപ്പോൾ ഞാൻ ഏത് പ്ലെയിനിലാണ് വെച്ചിട്ടുള്ളത്? എച്ച് പി. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എച്ച് പിയിലാണുള്ളത് അല്ലേ? ഞാൻ ദ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഏതോ ഒരു കാര്യമെങ്കിലും എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ബേസ് എടുത്ത് എച്ച് പിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ്സ് വാട്ട് അവർ ഫസ്റ്റ് ഫിഗർ, ദ സിമ്പിൾ പൊസിഷൻ. സോ എച്ച് പിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫിഗർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, വി ക്യാൻ ഗോ ഫോർ ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ഫസ്റ്റ്. ഓക്കെ, എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എന്താണോ തന്നിട്ടുള്ളത് ആ ഒരു ഇൻക്ലിനേഷൻ നമുക്ക് നോക്കാം. റൈറ്റ്, ഇത് എപ്പോഴും 100% എല്ലാ കണ്ടീഷനും ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നില്ല. ബട്ട് അബൌട്ട് 90% ഓഫ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു അറൗണ്ട് 99% ഓഫ് പ്രോബ്ലംസ് വി ക്യാൻ സോൾവ് ദിസ് ലൈക്ക്. റൈറ്റ്, സോ നമ്മൾ പറയുകയാണ് എച്ച് പിയിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഐ എം ഗോയിങ് ഫോർ ദ ക്വസ്റ്റ്യൻ. ദ ബേസ് എഡ്ജ് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി. ഓക്കെ, അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യില്ല, വിച്ച് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ വി പി. neglect that. The axis of the pyramid is 40 degree inclined to HP. Right? Axis of the pyramid, that means capital OM, 40 degree inclined to HP. That means small letter O dash M dash should be 40 degree inclined to the XY line. ഇതായിരിക്കണം നമ്മൾ പ്രൊജക്ഷനിൽ ചെയ്യാൻ പോകുന്നത്. O dash M dash. നേരെ നമ്മുടെ ഫൈനൽ ഫിഗറിലോട്ട് വരിക. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഫിഗർ. ദാറ്റ് മീൻസ് അവർ സിമ്പിൾ പൊസിഷൻ. സെർച്ച് ഫോർ ദ O dash M dash. ഇതാ O dash M dash ഇവിടെയുണ്ട്. ദാറ്റ് O dash M dash ഷുഡ് ബി 40 degree to XY line. Okay, O dash M dash should be 40 degree to XY line. ഇപ്പോൾ നമുക്ക് കാണാം which is 90 degree to XY line. So in the next figure that line should be 40 degree to XY line. That's all. മാത്രമല്ല ഒരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ എച്ച് പി. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ സി ഡി ഷുഡ് ബി ഓൺ എച്ച് പി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡാഷ് ഡി ഡാഷ് അല്ലേ? ഒരു കേസ് കൂടെ പറഞ്ഞത് സി ഡി ഓൺ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് സി ഡാഷ് ഡി ഡാഷ് ഓൺ എക്സ് വൈ ലൈനിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ സി ഡാഷ് ആൻഡ് ഡി ഡാഷ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ ഇൻ സെയിം പോയിന്റ് വട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് വിച്ച് ഈസ് റഷിംഗ് ഓൺ എക്സ് വൈ ലൈൻ. സോ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഫിഗർ വരയ്ക്കാൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് O ഡാഷ് M ഡാഷ് ഷുഡ് ബി 40 ഡിഗ്രി. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ലൈക്ക് ജസ്റ്റ് സെക്കൻഡ്, ഞാനൊരു സെൻറ്റർ പോയിന്റ് എടുക്കുകയാണ്.
ഇതൊരു റഫ് ഫിഗർ ഞാൻ വരക്കാം. ജസ്റ്റ് ഫ്രം ദ സെൻറ്റർ വിച്ച് ഈസ് 40 ഡിഗ്രി. ഓക്കെ, ഈ ഒരു 40 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ ആക്സിസ്, ഈ ഒരു O ഡാഷ് M ഡാഷ് വരേണ്ടത്. ബാക്കി കോർണേഴ്സൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. റൈറ്റ്, നമുക്കറിയാം O ഡാഷ് M ഡാഷിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും നമ്മുടെ ബേസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ റൈറ്റ് റെഗുലർ സോളിഡ്. റൈറ്റ് സോളിഡ് ആണ്. ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ബേസ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ആക്സിസ് എവിടെ വരച്ചു കഴിഞ്ഞാലും അവർ ബേസ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ബേസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാത്രമല്ല നമ്മൾ C ഡാഷ് D ഡാഷ് ഷുഡ് ബി ഓൺ ദിസ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളന്ന് പഠിച്ച സെയിം കാര്യം തന്നെ. ഈ ഒരു ആക്സിസ് 40 ഡിഗ്രിയാണ് നമുക്ക് ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കേണ്ടത്. ഓക്കെ, ബട്ട് ആക്സിസ് ഇൻക്ലൈൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ബാക്കി കോർണേഴ്സൊക്കെ പ്ലോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിവൺ? ഹലോ? D ഡാഷിന്റെ അടുത്തുനിന്ന് 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യും. 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്താൽ പറ്റുമോ നോക്കിയേ. ഞാൻ ഇവിടെ ഇതാണ് ഈ C ഡാഷ് D ഡാഷ് പറയുന്നത്. അവിടുന്ന് ഞാനൊരു 40 എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സാക്ട്ലി ഇവിടെ നമ്മളൊരു 50 കൊടുത്താൽ മതി. റൈറ്റ്, ആക്ച്വലി വിച്ച് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഒരു പാരാമീറ്ററേ അല്ല. ഈ 50 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ഫിഗറിൽ ഉണ്ടാവാൻ പാടില്ല. ബട്ട് നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടി ചെയ്യുകയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 50 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 90 ആയിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി, കാരണം ആക്സിസും ബേസും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതൊരു 50 എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് 90 ഡിഗ്രി, ടോട്ടൽ ഈസ് 180. ഓക്കെ, സോ 50 + 40 90, 90 + 90 180. സോ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിസ് 40 മെഷർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു കോർണർ എന്നുള്ള ആംഗിൾ 50 ആയിട്ട് മെഷർ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഏതെങ്കിലും ഒരു കോർണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൈറ്റ്, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ഫിഗർ വരച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. നമ്മളെ നോട്ട് പോർട്രേറ്റ് മോഡിൽ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോളിഡ്സിൻ്റെ എല്ലാ പ്രോബ്ലവും നമ്മൾ ആ നോട്ടിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് വേണ്ടി വരും നമ്മൾ ആ പ്രോബ്ലം ചെയ്യാൻ. റൈറ്റ്, സോ ഞാൻ ചെയ്യുകയാണ് ഇവിടുന്ന് 50 ഡിഗ്രി റൈറ്റ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. റൈറ്റ്, 50 കാണാമല്ലോ, വിച്ച് ഈസ് അവർ കൺസ്ട്രക്ഷൻ ലൈൻ. അതവിടെ കിടന്നോട്ടെ. റൈറ്റ്, സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് C1 ഡാഷ് ദെൻ D1 ഡാഷ്. റൈറ്റ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ളൊരു ഫിഗർ, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂവിലുള്ളൊരു ഫിഗർ അതുപോലെ എടുത്ത് ഒരു 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെയുള്ള ഒരു പ്രോപ്പർട്ടീസും ഒരു സോളിഡിൻ്റെ ഒരു ഇൻക്ലിനേഷനും ചേഞ്ച് ചെയ്യാതെ ആക്സസ് ടു ദ XY ലൈൻ ഇൻക്ലിനേഷൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ C ഡാഷ് D ഡാഷ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് പറയാം ഫ്രം C ഡാഷ് D ഡാഷ് ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് M ഡാഷ് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ നേരെ കോമ്പസ് എടുക്കുക. സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒരു ഡയമെൻഷനൊന്നും നമ്മളെ സ്കെയിൽ വെച്ച് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. സോ നമുക്ക് നോക്കാം എൻ്റെ ഇതിൽ മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്, ഞാൻ എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആദ്യം ഒന്ന് മെഷർ ചെയ്യാം, കാരണം എൻ്റെ കോമ്പസിൽ അത്രേ എടുക്കാൻ പറ്റുന്നുള്ളൂ ലീസ്റ്റ് കൗണ്ട്. റൈറ്റ്, സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി. which is A1 dash. Okay, A1 dash. Right. Then പിന്നീട് ഓരോ ഡയമെൻഷനും എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക.
ഇപ്പം കോമേഴ്സിൽ എനിക്കത് മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്കെയിൽ എടുക്കുകയാണ്. സ്കെയിൽ ആക്ച്വലി ഇതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ് കിട്ടില്ല. ഓക്കെ, കാരണം നമ്മളെ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് വളരെ കൂടുതലാണ് നമ്മുടെ ഫിഗറിനേക്കാളും. 1 mm മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് അറൗണ്ട് 2 mm. ഓക്കെ, അറൗണ്ട് 2 mm. 2 mm അല്ല ആക്ച്വലി. Okay, 1 2, around 2. Right, so this point might be our m dash. സെക്കൻഡ് സെറ്റ് ഓഫ് ഫിഗർ ആയതുകൊണ്ട് നമ്മളതിന് M1 ഡാഷ് എന്ന് പേര് കൊടുത്തു. കാരണം നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പേര് മാറ്റുന്നത്. ഓക്കെ, M1 ഡാഷ്. ദെൻ ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, M ഡാഷ് ടു ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അറൗണ്ട് ഒരു 0.9 അല്ലെങ്കിൽ ഒരു 9 mm കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബി ഡാഷ് ഇ ഡാഷ് കിട്ടും. Here. Okay, so this one B dash and E dash. ഓക്കെ, സോ നമുക്ക് ആ ബേസ് കംപ്ലീറ്റ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഫ്രം എം ഡാഷ് വി ഹാവ് ആക്സിസ് വിച്ച് ഈസ് പാസിങ് ത്രൂ എം ഡാഷ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ട്, ഓക്കെ, ലൈനിന് പെർപെൻഡിക്കുലറായിട്ട്, സോ നിങ്ങൾ സ്കെയിൽ എടുക്കുക, ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലേസ് ചെയ്യുക, നോർമൽ ടു ദാറ്റ് ലൈൻ ഓർ ബേസ്. ഓക്കെ, ടൈം ഓൾമോസ്റ്റ് 9:10. റൈറ്റ്, സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന M1 ഡാഷിലൂടെ നമ്മൾ ആക്സിസ് പ്ലോട്ട് ചെയ്യാം. ദെൻ ബാക്കിയുള്ള സ്ലാൻഡ് എഡ്ജസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ലാൻഡ് എഡ്ജസും വിത്ത് സെയിം പ്രോപ്പർട്ടി ഇവിടെ മാറ്റി വരയ്ക്കുക. ദെൻ അപ്പോൾ നമുക്ക് സെക്കൻഡ് സെറ്റ് ഓഫ് ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും. സോ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെയുണ്ട്. ഈ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പ് വ്യൂ കിട്ടും. അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. A1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ A1ൻ്റെ ടോപ്പ് വ്യൂ കിട്ടാൻ ഡ്രോപ്പ് ദ A1 ഡാഷ് ഹിയർ പെർപെൻഡിക്കുലർ, ദെൻ ഫ്രം ദ ടോപ്പ് വ്യൂ ഓഫ് A പ്രൊജക്റ്റ് ടു ദ വെർട്ടിക്കൽ ലൈൻ. സോ ഇവിടെ നമുക്ക് A1 കിട്ടും. അതുപോലെ B താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക, അതുപോലെ ടോപ്പ് വ്യൂ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് B1 കിട്ടും. അങ്ങനെ എല്ലാ കോർണേഴ്സും കണ്ടുപിടിക്കാം. ഓക്കെ, അതൊന്ന് വരച്ച് വെക്ക്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെല്ലാം നോക്കാം. ഓക്കെ.